കൊല്ലം സുധിയുടെ മൂന്നാമത്തെ ഭാര്യ രേണു സുധിയുടെ വീഡിയോയാണ് ഇപ്പം ഇടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. രേണു സുധി ഇപ്പോൾ വലിയ നിലയിലൊക്കെ ആയിപ്പോയി. വലിയ നിലയിലായതിനു ശേഷം രേണു സുധിക്ക് സ്വഭാവത്തിൽ മാറ്റം വന്ന്, മുൻപ് സുധി ഉള്ള സമയത്ത് സമയത്താണെങ്കിൽ രേണുവിന് ഒരു അഹങ്കാരവും ഇല്ലായിരുന്നു. ഇപ്പം രേണുവിന് ഭയങ്കര അഹങ്കാരം കൂടി. ഇപ്പം അതിന് ശേഷം രേണു ബിഗ് ബോസിലൊക്കെ പോയി. ബിഗ് ബോസിൽ പോയതിന് ശേഷം പോയിട്ട് ഒരു മാസവും നിന്ന് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് ചെയ്ത. എനിക്ക് നിൽക്കാൻ വയ്യ, ഞാൻ പോണേ എന്നും പറഞ്ഞു കേട്ട് നിലവിളിച്ച് എൻ്റെ കിച്ചൂർത്തപ്പാ അമ്മ ബിസ്ക്കറ്റ് കൊണ്ട് തായേ, അമ്മ തായേ, അച്ചോ എന്നും പറഞ്ഞ് ഭയങ്കര നിലവിളിയായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ. അങ്ങനെ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. എങ്ങനെയെങ്കിലും ഇറങ്ങി ശല്യം അവിടെ നിന്ന് ഒഴിവാവട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു വിട്ട്. എന്നിട്ടിപ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരുന്ന് പറയുന്നുണ്ട് അവിടെ നിന്നൊന്നും കിട്ടിയില്ല, ഒരു നക്കാപിച്ചയും കിട്ടിയില്ല ബിഗ് ബോസ് ഹൗസിൽ നിന്ന്. ഏഷ്യാനെറ്റിനെ കളിയാക്കും പോലെയൊക്കെ വന്നിരുന്ന് ഇൻ്റർവ്യൂ എടുക്കും. അവിടെ നിന്ന് എന്തേലും കിട്ടി, ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്ന ആ പെങ്കൊച്ച് ആ കുട്ടി ചോദിക്കാനായിട്ട് 10,000 കിട്ടിയ, 5,000 കിട്ടിയ. അപ്പം 5,000 കിട്ടിയില്ല, എന്തേലും 500 രൂപ തന്നാ ഇടി. ഏറ്റവും കുറഞ്ഞത് ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് ഏറ്റവും കുറഞ്ഞത് സാധാരണ 25,000 കിട്ടാതെ ഇല്ല. 20,000-ന് മുകളിൽ എന്തായാലും കിട്ടിയിട്ടുണ്ട്. കള്ളത്തരം പറയണതിന് ഒരു മര്യാദ വേണം. എവിടെയും ചെന്നിരുന്ന് നുണ പാസ്സാക്കാം. ഒരു രംഗം ഒന്ന് കാണാം. 2 പാർലേജിന്റെ ബിസ്ക്കറ്റ് പോലും ഞാൻ മേടിച്ചിട്ടില്ല. അപ്പോഴാണ് സ്വർണ്ണ ബിസ്ക്കറ്റ് പറയുന്നത്. എൻ്റെ ആൾക്കാരൊക്കെ ഭയങ്കര ഓരോ ദിവസം കഴിയുന്നവരും സൗന്ദര്യം കൂടി പോകണല്ലോ. അത് റൂമാ. പാർലേജിയുടെ ബിസ്ക്കറ്റ് പോലും വാങ്ങിച്ചില്ല. പിന്നെയാണ് ഞാൻ ഇനി സ്വർണ്ണ ബിസ്ക്കറ്റ് വാങ്ങിക്കണേ. ആരാ മീഡിയക്കാരങ്ങണ്ട നേരം മൊബൈലും പൊക്കിപ്പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. എവള് വരുന്ന ആ വഴിയിൽ ഇങ്ങനെ ഒരു പൊക്കിപ്പിടിച്ചോണ്ട് പോട്ടുണ്ട്. അപ്പോൾ ഇവള് കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി കാണിക്കും. അങ്ങനെ പാർലേജ് ബിസ്ക്കറ്റ് പോലും മേടിച്ചില്ല. പിന്നെയാണ് ഇനി സ്വർണ്ണ ബിസ്ക്കറ്റ്. എവിടെ ഇങ്ങനെയാണ് പറയണത്, ഇല്ല തിന്നാൻ ഇല്ല, കുടിക്കാൻ ഇല്ല, ഇഷ്ടം പോലെ ഉണ്ടാക്കി. ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം അന്ന് തൊട്ട് അവൾ ആടാൻ പോയി. ഇവളിപ്പം ആട്ടാടി കണ്ടമാനമുണ്ട്. താങ്ക് യു റൂമ മാം, താങ്ക് യു റൂമ കോസ്മെറ്റോളജി. ഓക്കെ, എല്ലാവർക്കും നന്ദി. പിന്നെ എൻ്റെ റോസസ് ഡ്യൂവിലെ എൻ്റെ സ്മിത ചേച്ചിക്കും താങ്ക്സ്. സുന്ദരിയായതാണോ? സൗന്ദര്യം കൂടി വരണമെന്ന് അവളെ പിറക്കെ നടക്കണവന്മാർ പറയണത് സൗന്ദര്യം കൂടി വരണം രേണുവിനെന്ന്. ഇതാണ് സൗന്ദര്യം. അവളെ കുറച്ച് പൊക്കി പറഞ്ഞ് അയച്ച് അവൾ കുറച്ചുകൂടെ എന്നും പറഞ്ഞുകൊണ്ട് അവൾ ആകെ കൊണ്ട് നടവലി തന്നെ. കള്ളത്തരം പറഞ്ഞാണ് നീ. അതുപോലെ തന്നെ സുധി ഉള്ള സമയത്ത് എങ്ങനെയാണ് ഇരുന്ന, പണ്ട് എങ്ങനെയാണ് ഇരുന്ന അതേപോലെ തന്നെ. പിന്നെ നീ കുറേ ലിപ്സ്റ്റിക്കും വാരിയിട്ട് കുറേ ക്രീമും എന്തൊക്കെ മുഖമൊക്കെ എന്തൊക്കെ ചെയ്ത് അങ്ങനെ ആക്കി വെച്ചിരിക്കണതാണ്. നീ അതുപോലെ തന്നെ, സംഭവം മാറിയിട്ടൊന്നുമില്ല, വെറുതെ കളിയാക്കണത്. മുമ്പ് എങ്ങനെയാണ് നടന്നത്? സുധി മരിച്ച സമയത്ത് രേണു എങ്ങനെയായിരുന്നു? രേണു ഭയങ്കര അഭിനയമായിരുന്നു. അഭിനയമെന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ അഭിനയം കണ്ട എങ്ങോട്ട് പോയാലും സൂച്ചേട്ടാ. ബിഗ് ബോസ് ഹൗസിനകത്ത് പോയിട്ട് പോലും എൻ്റെ സൂച്ചേട്ടോ, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുതിച്ചിട്ട് ചെന്ന് കണ്ണാടി സൂച്ചേട്ടോ എൻ്റെ സൂച്ചേട്ടാ. എവിടെ പോയാലും രേണു ഒരു ഫോട്ടോയും കൊണ്ടുപോകും, സുധിയെ കളിയാക്കും പോലെ. പുള്ളിക്കാരി ബഹ്റൈനിലോട്ടാണ് പോണത്. ഫസ്റ്റ് പോയി നിന്ന് അവിടെ ബാറിൽ പോയി ബാർ ഉദ്ഘാടനമൊക്കെ നടത്തി. അവിടെ ബാറിൽ പോയി നിന്ന് നല്ലോണം മദ്യപിച്ച് പാട്ടൊക്കെ പാടി അതൊക്കെ വീഡിയോ ഒക്കെ വൈറലായി. പുള്ളിക്കാരി ബാക്കിയുള്ളവരുടെ ബാറിൽ കിടന്നാടുന്ന ഇതൊക്കെ വന്നായിരുന്നു. ഇനിയിപ്പം പുള്ളിക്കാരി ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ ഇനി വീണ്ടും ആ സ്ഥലത്ത് തന്നെ പോവാൻ പോവുകയാണ് ബാറിൽ. അവിടെയാണെങ്കിലല്ലേ ഇത്തിരി വെള്ളം അടിക്കത്തുള്ളൂ. അതുകൊണ്ട് പുള്ളിക്കാരി പോണതിന് മുമ്പ് കിച്ചുവിനെ വിളിക്കണം. അപ്പോഴും യവന്മാരിങ്ങനെ ഇങ്ങനെ കൊണ്ട് നടപ്പുണ്ട്. ഇവിടെ എങ്ങോട്ട് പോയാലും ഇതും കൊണ്ട് നടക്കും. എന്തോ ഒരു കാറ് വാങ്ങിച്ചിപ്പം ഈ ഇടയ്ക്ക്. അപ്പോഴും കാണാം അവന്മാർ അതിൻ്റെ പിറക്കേന്ന് ഓടിക്കൊണ്ട് പോയേക്കണം. കാറും കൊണ്ട് വീട്ടിൽ കൊണ്ടിട്ടപ്പോൾ അത് വീഡിയോ പിടിക്കണം. എനിക്കൊന്നും അറിയില്ല, ഇവക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. സത്യം തന്നെ ടോയ്ലറ്റിൽ പോയാൽ അവന്മാർ ഇതും കൊണ്ട് നടക്കണ കാണാനേ ഉള്ളൂ.
ഇവന്മാരാണ് ഇവളെ വഷളാക്കി കഴിഞ്ഞത്. ഈ ചുമ്മാ ഈ മൊബൈലും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണം. എവളെ വീഡിയോ എടുത്തിട്ട് എന്തേലും ഉണ്ടാക്കായി. ഈ നാട്ടിൽ ലോകത്തുള്ള എന്തുമാത്രം ജനങ്ങൾ കാറ് വാങ്ങിക്കണം. എവളൊരു ഉണക്ക കാറ് വാങ്ങിച്ചപ്പോൾ അതും പൊക്കി പിടിച്ച് കാണിക്കണം. അപ്പം ബഹ്റൈനിൽ പോകുന്നതിന് മുമ്പ് പോണ പോക്കിലങ്ങണ്ടേണ് കിച്ചുവിന് വിളിക്കുകയാണ്. അതെ അതെ, അതല്ലേ നല്ലത്. കിച്ചു അമ്മ പോവാണേ, വന്നിട്ട് നമുക്ക് ടാറ്റുവിൻ്റെ കാര്യം നോക്കാവേ. കിച്ചു അമ്മ പോവാണേ, വന്നിട്ട് നമുക്ക് ടാറ്റുവിൻ്റെ കാര്യം നോക്കാമേ. അയ്യോ, കിച്ചുവിൻ്റെ അടുത്ത് സ്നേഹം ഇത് എവിടെയെങ്കിലും ചെന്ന് നിന്നിട്ട് ജനങ്ങൾ ആരെയുള്ള കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു പറച്ചിലുണ്ട്. കിച്ചു മോന് പൈസ വേണോ? വണ്ടിക്കൂലിക്ക് അമ്മ പൈസ ഇട്ട് തരാം. മോന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുക, അമ്മ പൈസ ഇട്ട് തരാം. മോനെ അമ്മ വന്നിട്ട് നോക്കാം, വന്നിട്ട് തരാം ടാറ്റു അടിക്കാനെന്ന്. അമ്മ പോവാണേ. ഇതെന്തോന്ന് പറച്ചില്ല, ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഇതാണ്. അമ്മയ്ക്ക് മോൻ്റെ അടുത്ത് സ്നേഹമാണെന്ന് അറിയിക്കണത്. പൊന്നു പെണ്ണും പിള്ളേ, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി അവിടെ നിൽക്കൂലായിരുന്നാ? കിച്ചു എന്തുകൊണ്ട് കിച്ചു അവിടെ നിന്ന് പോയി? കൊല്ലത്തേക്ക് പോയി. കോട്ടയത്തു നിന്ന് കൊല്ലത്തേക്ക് കിച്ചു എന്തുകൊണ്ട് പോയി? കാരണം നിൻ്റെ വീട്ടിലുള്ള എല്ലാവരും അവിടെ കയറി കിടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ അതിനവിടെ ഒരു സ്വാതന്ത്ര്യം ഇല്ല. രേണുവിൻ്റെ ഇളയ മകനും ആ കിച്ചു മാത്രമായിരുന്നെങ്കിൽ കിച്ചുവിന് സ്വസ്ഥമായിട്ട് ജീവിക്കായിരുന്നു. അപ്പം നീ നേരം വെളുക്കുമ്പോൾ പറക്കി കെട്ടി നീ അങ്ങ് പോകും. രേണുവിൻ്റെ കുട്ടിയെ നോക്കാനാണ് അമ്മയും അച്ഛനും വന്ന് കിടക്കണത് എന്നും പറഞ്ഞും കൊണ്ടാണ് അവരെ അവിടെ പിടിച്ചിട്ടിരിക്കണത്. രേണു പറയണത് രേണുവിന് ഇങ്ങനെ പോകണം എങ്കിലേ ജീവിക്കാനുള്ളൂ. അവരുടെ ജോലിയായിരിക്കും പോട്ടെ. അത് സുധി മരിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ രേണു ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് രേണുവിന് അഭിനയത്തിലേക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ട് റീൽസുകളൊക്കെ ചെയ്യും. റീൽസ് ചെയ്യണത് മാത്രമോ? അതിനുശേഷമല്ലേ ആ ഫാദർ പെരേടം കൊടുത്ത്. ആ ഫാദർ പെരേടം കൊടുത്ത് നല്ല സന്തോഷത്തിൽ കൊടുത്ത എന്തിനാണ്? ആ 2 കുട്ടികൾ, ആ കുട്ടികൾ അനാഥയാവണ്ട എന്ന് വിചാരിച്ചിട്ട് ഫാദർ പെരേടം കൊടുത്തു. ഈ ഒരു വീട് വെച്ച ഫിറോസിനെ ആയിരുന്നാലും പിന്നെ രേണു ഉയർച്ചയിലേക്ക് വന്നപ്പോൾ അച്ഛനെ അങ്ങോട്ട് നമ്മൾ ഒരുപാട് വീഡിയോ രേണുവിൻ്റെ ഇൻ്റർവ്യൂ കണ്ടതാണ്. രേണു ആരെ ആയിരുന്നാലും കൊണ്ടുവന്ന് പൊക്കി അവിടെ നിർത്തിയിട്ട് വേറെ മോശമായ രീതിക്ക്, സത്യമനെ വേറെ മോശമായ രീതിക്ക് അച്ഛനെയൊക്കെ പറയണതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കുറച്ച് നാൾ മുമ്പ് അങ്ങനെയായിരുന്നു രേണു. അത് രേണു ഒത്തിരി ഒന്ന് ഉയർച്ചയിലേക്ക് വന്ന് അന്നൊക്കെ രേണു ബിഗ് ബോസിലൊക്കെ പോയ സമയമാണ്. ബിഗ് ബോസിൽ സെലക്ഷൻ കിട്ടി അങ്ങനെയൊക്കെ പോയ സമയത്ത് രേണു ഒരുപാട് അച്ഛനെയൊക്കെ ആക്ഷേപിച്ച് അച്ഛന് സൈബർ അറ്റാക്ക് ഒരുപാട് വന്നു. കമൻറ്റുകളിലൂടെ ആയിരുന്നാലും രേണുവിനെ സപ്പോർട്ട് ചെയ്യണവർ അത്രയും കൂടെ അച്ഛൻ്റെ മണ്ടയിലോട്ട് കയറി. പിന്നെ വീട് വെച്ച ഫിറോസ്, അവർ ഉദ്ദേശിച്ചത് ആ 2 കുട്ടികൾ ഇർദപ്പനും കിച്ചു അനാഥയാകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ വീട് വെച്ച് കൊടുത്തത് സുധി മരിച്ചതിന് ശേഷം. അപ്പോൾ രേണുവിന് ഈ വീടൊക്കെ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ രേണുവിൻ്റെ തനി സ്വഭാവം അങ്ങോട്ട് മാറി. പിന്നെന്താണ്, സുധി മരിച്ചു പോയല്ലോ. അയാൾ മുഴുക്കുടിയനായിരുന്നു. കുടിയനായിരുന്നാൽ പോലും അയാൾ അത്യാവശ്യം വല്ലതൊക്കെ കൊടുക്കുമായിരുന്നു, നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് ഇതിപ്പോൾ മൂന്നാമത്തെ ഭാര്യയായിട്ട് വന്നത് തന്നെ വേറൊരു സ്ത്രീയിൽ നിന്നും ഇവള് മെസ്സേജൊക്കെ ഇട്ട് അടിച്ചു മാറ്റിയാണ് കൊണ്ടുവന്നത്. ആ 2 സ്ത്രീകളും രംഗത്ത് വന്നായിരുന്നു. അവരിരിക്കവെയാണ് ഈ രേണു സുധിയെ അടിച്ചു മാറ്റിയത്. എന്നിട്ട് സുധി മരിച്ചപ്പോഴോ ഇവരെ നിയമപ്രകാരം, ക്രിസ്ത്യൻ നിയമപ്രകാരം അവരവിടെ അടക്കം ചെയ്തു. കൊല്ലത്തേക്ക് അവരെ ആൾക്കാർക്ക് വിട്ടുകൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. ഒരു കുഞ്ഞൊരു മാടത്തിന് വേണ്ടി ആഗ്രഹിക്കണവരുണ്ട്, ഒരു റൂമിന് വേണ്ടി ആഗ്രഹിക്കണവരുണ്ട്. മക്കളെ ഇട്ടുകൊണ്ട് കയറി കിടക്കാടം ഇല്ലാതെ ഒന്ന് എവിടെയെങ്കിലും തലചായ്ക്കാൻ ഒരു സ്ഥലം കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കണം. ആ നന്ദി എന്നായാലും വേണം. ഒരു മനുഷ്യൻ സഹായിച്ച് കഴിഞ്ഞാൽ പെരേടമായാലും 5 സെൻറ്റായാലും അല്ലെങ്കിൽ 2 സെൻറ്റ് പെരേടായാലും തന്നാൽ അത് സന്തോഷമായിട്ട് സ്വീകരിക്കുകയും വേണം. അത് മാത്രമല്ല അവർക്കത് നന്ദി വേണം. നന്ദി ജീവിതകാലം മുഴുവൻ, മരിക്കും കാലം വരെ അത് ഒരു നന്ദി വാക്കാണ് പറയാനുള്ളത്. അല്ലാതെ അവരെ ദ്രോഹിക്കുകയല്ല ചെയ്യാനുള്ളത്. കാലം അങ്ങോട്ട് ചെല്ലും തോറും ആ വീടിൻ്റെ ചിലപ്പോൾ പെയിൻ്റൊക്കെ പോയെന്നിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അതിൻ്റെ ഗ്ലാസിൻ്റെ വിടവിൽ കൂടെ ചോർച്ച വന്ന്
അതും അതിനെ പറയാനായിട്ട് ആരെയും അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് രേണു പറയാനായിട്ട് ഇതുകൊണ്ട് അവിടെ ചോരണം ഇവിടെ ചോരണം അവിടെ ഇളവി ഇവിടെ ഇളവി. സാധാരണ ഒരേ വർഷം ചെല്ലുന്തോറും മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരും പോലെ വീടിനും അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഇന്നിങ്ങനെ പെയിൻ്റ് അടിച്ച് പുതിയ പുത്തൻ വീട് മേടിച്ച് അതുപോലെ ജീവിതകാലം മുഴുവനും ഇരിക്കൂല. നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അത് ഇങ്ങനെയുള്ള കാര്യം അത് നമുക്ക് ദാനം കിട്ടിയതാണ്, ഒരാൾ നമുക്ക് തന്നതാണ്. അപ്പോൾ അത് സന്തോഷത്തോടു കൂടി നമ്മൾ സ്വീകരിക്കണം. അവരെ എന്നായാലും കണ്ടാൽ നമ്മൾ അവർക്ക് കടപ്പെട്ടവരാണ്. ഇതങ്ങനെ അല്ല. ഇതില്ല എന്തോ കണ്ട് നെകളിച്ച് കുറേ പണം അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തായിരുന്നാലും കുറേ പണം നീ ഉണ്ടാക്കി. നിൻ്റെ കഴിവ് തന്നെ. എങ്ങനെ ആയിരുന്നാലും പണം ഉണ്ടാക്കി. അത് നിൻ്റെ കഴിവ് ഇല്ലെന്ന് നമ്മൾ പറയണില്ല. എന്നിട്ട് ഈ പണം കാണുമ്പോൾ എന്തായിരുന്നു, കാണാത്തത് കാണുമ്പോൾ തോന്നാത്തത് തോന്നും എന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. നിനക്ക് കാണാത്തത് കണ്ടപ്പോൾ നിനക്ക് തോന്നാത്തത് തോന്നി. ആ പഴയ ആളുകളായിരുന്നാലും ആരും വേണ്ട, പിന്നെ പഴയ വീട് വേണ്ട, പിന്നെ അത് ഇടിച്ച് കളയണം. ഇനി അവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകണം, വേറെ എങ്ങോട്ടെങ്കിലും പോയി അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങിക്കാനാ എന്തോ ഉദ്ദേശമാണ്. നീ വേടിയിര്. പിന്നെ കിച്ചു പിന്നെ അവിടെ കിടക്കൂല. എന്താന്ന് പറഞ്ഞാൽ ഈ ബിഷപ്പ് ഒരു സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നത് എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിച്ചത്. ഒരു ബിഷപ്പിന് ചേർന്നതാണോ ആ ചെയ്തത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന വസ്തു ഒരാൾക്ക് ഞാൻ കൊടുത്തു എന്ന് വയ്ക്ക്, ഫ്രീ ആയിട്ട് കൊടുത്തു. നാളെ അയാൾ വന്നിട്ട് എന്നെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ എന്നെ വേറൊരുത്തം ചീത്ത വിളിക്കുന്നതിനേക്കാളും കലിപ്പായിരിക്കും എനിക്ക്. ഞാൻ അവന് എന്റെ കയ്യിലിരിക്കുന്ന ഓസിന് കൊടുക്കുകയും ചെയ്യാം, എനിക്കിട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞുള്ള കലിയായിരിക്കും എനിക്കുള്ളത്. അതിന്റെ ഇരട്ടി കലി കാണും. മനസ്സിലായോ? 1.5 വർഷത്തോളമായി ഈ വസ്തു കൊടുത്തിട്ട് ഈ ബിഷപ്പ് പറയുന്നതല്ലേ ഉള്ളു, രേണുസുതി അയാളെ ചീത്ത വിളിച്ച് അങ്ങനെ എൻ്റെ പൊന്നു പെണ്ണുമ്പിള്ളേ, ഈ ബിഷപ്പ് പറയണതല്ല, ഈ ജനങ്ങൾ അത്രയും കണ്ടതാണ്. എത്രയോ വീഡിയോ അങ്ങ് പിറക്കോട്ട് കൊടുക്കണം, ഇന്റർവ്യൂ നോക്കണം. ഇവളെന്തൊക്കെയാണ് ഈ രേണു വന്നിരുന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു തെളിവ് ബിഷപ്പിന് ഇന്ന് വരെ സോഷ്യൽ മീഡിയ തരാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ രേണു സുധി ബിഷപ്പിനെ അങ്ങ് ചീത്ത വിളിക്കുന്നു, തെറി വിളിക്കുന്നു, വേറെ ഏതാണ്ടൊക്കെ ചെയ്യുന്നു, പറയുന്നു. ആ വസ്തുവിനെയും വീടിനെയും നന്ദി ചെയ്ത എല്ലാത്തിനെയും ഇട്ട് തെറി പറയുമ്പോൾ അതിനെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ തോന്നുന്നു? എനിക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. ഒരു സന്തോഷ വാർത്തയുണ്ട്. അതിനു മുന്നേ സജിന എൻ്റെ അടുത്ത് അന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നത് സംസാരിക്കുന്ന സമയത്ത് നേരെ ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇന്ന് വോയിസ് ഇരുന്ന് കേട്ട് ഞാൻ ഒന്നുകൂടി കേട്ടിട്ട് ഇന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളൊരു സാധനം ഇങ്ങനെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ വോയിസ് കേട്ട സമയത്ത് സജിന എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ബിഷപ്പിനെ രേണു എവിടെയെങ്കിലും എന്തെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഗായ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നീ എൻ്റെ അടുത്ത് ചോദിച്ചത്. സജിന നിനക്ക് ഉളുപ്പുണ്ടോ? ഇല്ല എന്നെനിക്കറിയാം, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഉളുപ്പിന്റെ അർത്ഥമെങ്കിലും നിനക്കറിയാവോ? ഈ നിന്റെ കൂട്ടുകാരെയും കൂടി ചേർന്ന് ഈ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം തരം താഴ്ത്തി താറടിച്ച് കാണിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ വ്യക്തിയുടെ ശാപം നീയും നിന്റെ കൂട്ടുകാരിയും എല്ലാം അനുഭവിക്കുമെന്ന്. സത്യമായില്ലേ? അതായത് വസ്തു തിരിച്ചെടുക്കാൻ പോവുകയാണ് ഗൈസ്. 7 ദിവസമാണ് നിനക്കൊക്കെ സമയം തന്നിട്ടുള്ളൂ. ആവശ്യം തിരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ തന്നെ വേണം. ഇല്ലാത്ത പാവങ്ങൾക്കാണ് ഫാദർ കൊടുക്കാനുള്ളായിരുന്നു. എത്രയോ പേര് കടത്തിനുള്ളിൽ കിടന്ന് സത്യം പറഞ്ഞ മഴയും വെയിലും കൊണ്ട് അങ്ങനെ കിടക്കണവരുണ്ട്. കുട്ടികളെ ഇട്ടിട്ട് അങ്ങനെയുള്ളവർക്കായിരുന്നു കൊടുക്കുക. അങ്ങനെയുള്ളവരെ തെരഞ്ഞു പിടിച്ച് കൊടുക്കണം ഫാദർ. അതായിരുന്നു ചെയ്യാനുള്ളത്. തിരിച്ചെടുക്കണം. ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കരുത്. അവൾ മേടിക്കട്ടെ, അവൾ ഫ്ലാറ്റ് വാങ്ങിക്കാൻ പോവേണ്, കോടികളെ ഫ്ലാറ്റ്. എല്ലാ ഉടായ്പകൾക്കും വെറും 7 ദിവസം 7 മണിക്കൂർ പോയപ്പോ ഒരാഴ്ച സമയമുണ്ട്. ഇങ്ങനെ പറയാൻ പറ്റുക എന്നുള്ളതാണ് ഈ കമന്റ് ഇടുന്നവരാണ് എനിക്ക് സ്ഥിരം കൊണ്ട് മദ്യം വോഡ്ക മേടിച്ചു തരുന്നതും സ്ഥിരം അടിക്കുന്നതും. അതെ, അത്ര ഞാൻ പറയുന്നത്. അതിനകത്ത് ഇപ്പൊ എന്ത് പറയാനാണ്? ഞാൻ പറഞ്ഞത് വിശ്വാസം ഇല്ലാത്തവർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനെതിരെ എഗൈൻസ്റ്റ് പറയുന്നവരല്ലേ ഈ കമന്റ് ഇടുന്നു. ഓക്കെ, ആയിക്കോട്ടെ. മാജിക് ഞാൻ പറയട്ടെ, ഇപ്പൊ ഇവര് പറഞ്ഞ സ്ഥിരം അടിക്കുന്നവരാണ്. ഞാൻ ബഹ്റൈനിലാണേലും ഞാൻ ദുബായിലാണേലും 2 സ്ഥലത്തും ഞാൻ പ്രൊമോഷൻ പോയത് ബാർ റെസ്റ്റോറന്റിലാണ്. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി അറിയാമല്ലോ. എന്താ ഞാൻ കുഞ്ഞു കൊച്ചാണോ അറിയാതിരിക്കാൻ? എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാം. അപ്പൊ എനിക്ക് പറയാമല്ലോ, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇപ്പോഴും പറയാണ്. ബാറ് പ്രൊമോഷന് എന്നെ വിളിച്ചല്ലോ എന്നുള്ളതാണ്. പുള്ളിക്കാരി മദ്യപിക്കുന്നുണ്ട്, നല്ലപോലെ മദ്യപിക്കും. നല്ല കൂടിയ സാധനമൊക്കെ തന്നെ അടിക്കണത്. ഞാൻ വല്ലപ്പോഴും കഴിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് മാജിക് മൊമെന്റ് ആണ് എന്ന് ഞാൻ എവിടെയും പറയും.
അതിന് ഞാൻ സ്ഥിരം മദ്യപാനിയാണെന്നല്ല പറയുന്നത്. ആ കമന്റ് ഇടുന്നവർക്ക് എന്ത് വിടാൻ, അതെ അതൊന്നും എന്നെ ബാധിക്കുന്ന കേസല്ല. കാരണം എന്നെ അറിയാവുന്നവർക്ക് അറിയാം എന്താണ് ഞാൻ. ഈ ഇങ്ങനെ ഉള്ളവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതായിരുന്നാലും പെരേടം കൊടുക്കുന്നതായിരുന്നാലും ഇങ്ങനെ ഉള്ളവർക്കല്ല പെരേടവും വീടും കൊടുക്കാനുള്ളത്, അല്ലാതെ പാവങ്ങൾക്ക് കൊടുക്കണം. ഈ സാധനത്തിനൊക്കെ കൊടുത്തതിൻ്റെ അഹങ്കാരം കണ്ടില്ലേ? ആ മൂത്ത ചെറുക്കൻ തന്നെ കിച്ചുവിന് തന്നെ ഇവിടെ കിടന്നുകൂടെയിരുന്ന അവൻ അപ്പോഴാണ് അവൻ പോയി. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ തമ്മിലടിക്കാനുള്ള ഒരു അവസ്ഥ വന്നത്. 2 കുട്ടികളുടെയും കൂടെ പേരിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്തോ ചെയ്യണം, അവൻ ഇവിടെ കിടക്കണമായിരുന്നു. അപ്പം അവനെ അവിടെ നിന്ന് പോയിട്ട് ബാക്കിയുള്ളവർ തമ്മിൽ വീട് വെച്ച് കൊടുത്തവരും പെരേടം കൊടുത്തവരും എല്ലാം കൂടെ അവരെല്ലാവരും കൂടെ തമ്മിലടിയായി. സത്യം പറഞ്ഞാൽ ഇവർക്കാർക്കും ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കിച്ചുവിന് തന്നെ നല്ല അറിവുണ്ട്. കിച്ചു തന്നെ അല്ലെങ്കിൽ വന്ന് ഇന്ന് പറയാമല്ല, ഇത് ശരിയല്ല. വീട് നശിപ്പിച്ച സമയത്ത് തന്നെ കിച്ചുവിന് പറയായിരുന്നു. ആ രണ്ടാമത് ഫിറോസിനെ കൊണ്ട് തന്നെ അവരെ പണിക്കാരെ കൊണ്ട് വീണ്ടും അത് പണി ചെയ്യിപ്പിച്ച് എന്തെല്ലാം വേലകൾ കാണിച്ച് ഇവളെന്തെല്ലാം തുള്ളൽ അവിടെ കിടന്ന് തുള്ളി. വീടിൻ്റെ പണി അവർ തന്നെ ചെയ്യണമായിരുന്നു. അതിന് ആ രേണുവിൻ്റെ അച്ഛൻ എന്തെല്ലാം പറഞ്ഞ്. ഇതൊക്കെ മനഃപൂർവ്വം കാട്ടിക്കൂട്ടി ജനങ്ങളിലെത്തിച്ച് എവക്ക് നെഗറ്റീവായി രേണുവിൻ്റെ വീട് പാവ രേണു എന്ന് പറയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൾ ഇത്രയും ഇവൾ തുള്ളിയത്. എവക്ക് ചുമ്മാ വെറുതെ നെഗറ്റീവ് കമൻറ്റ് മേടിച്ചും കൊണ്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോൾ എവിടെ പല ദിവസവും പറയുന്നുണ്ട്, നെഗറ്റീവ് കമൻറ്റ് ഇട്ട് നിങ്ങൾ എന്നെ ഫേമസ് ആക്കി, ഞാൻ ഇപ്പം കണ്ട ഉയർച്ചയിലെത്തി, ഞാൻ നല്ല സമ്പാദ്യക്കാരിയായി എന്നും ഇങ്ങനെ തന്നെ ഇരിക്കണം.